യോഗ അധ്യക്ഷൻ സഖാവ് ഷാനവാസ്, ഇതിൽ പങ്കെടുക്കുന്ന സഖാവ് രാജപ്പൻ നായർ, സഖാവ് എസ് വിക്രമൻ, പത്മകുമാർ, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, വളരെ പ്രതീക്ഷിതമായി താമസം വരേണ്ടി വന്നു. ഇല്ലെങ്കിൽ 5:30 തന്നെ യോഗത്തിലെത്താനിരുന്നതാണ്. പരിപാടികൾ മാത്രമല്ല, ചില നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു മന്ത്രി ഏറ്റുന്ന പരിപാടി അവർക്ക് അസൗകര്യം വന്നു. അതുപോലെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ സഹോദരൻ്റെ മരണം. അപ്പോൾ ഇവിടെ കരിങ്ങന്നൂരിൽ 4:00 നിശ്ചയിച്ച പരിപാടി 5:30 എത്താൻ പറ്റിയത്. അതിൻ്റേതായൊരു താമസമാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ നന്നായി മുഷിഞ്ഞ് പ്രവർത്തിച്ച് ചെറിയ സമയത്തിനുള്ളിൽ പൊതുയോഗം അവസാനിച്ച് പോകാതിരിക്കുന്ന സഖാക്കൾക്ക് അതൊരു പ്രയാസമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് 6 മാസം കൂടുമ്പോൾ പല കാരണങ്ങളാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, വളരെ ശ്രദ്ധേയമായ 3 ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നു. പാലക്കാടും വയനാടും ചേലക്കരയും. അതിനു മുമ്പ് വലിയ പാർലമെന്റ് ഇലക്ഷൻ കേരളത്തിൽ നടന്നു. ഈ വോട്ടിങ്ങിന്റെ രീതിയിലെല്ലാം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനുള്ള മുൻതൂക്കം എല്ലാ തെരഞ്ഞെടുപ്പിലും നമുക്ക് ദൃശ്യമാണ്. പാർലമെന്റ് ഇലക്ഷനെ നമ്മൾ വിലയിരുത്തുന്നത് അങ്ങനെയല്ല. പാർലമെന്റ് ഇലക്ഷന് ശേഷം നമ്മൾ വിലയിരുത്തിയപ്പോൾ നമുക്കത് കൃത്യമായി നമ്മൾ ജനങ്ങളോട് പറഞ്ഞതാണ്. ഇത് ഒരു രാഷ്ട്രീയ വോട്ടിംഗ് രീതിയല്ല സംഭവിച്ചത്. പാർലമെന്റിൽ ആര് വന്നുകൂടാ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവോ അവരെ ഒഴിവാക്കാൻ വേണ്ടി ഒരു സവിശേഷമായ വോട്ടിംഗ് രീതിയാണ് പാർലമെന്റ് ഇലക്ഷൻ ജനങ്ങൾ സ്വീകരിച്ചത്. അതിൽ അവർക്ക് ആ കൂട്ടത്തിൽ ശുദ്ധമായ മണ്ടത്തരവും അവർ കാണിച്ചു. ചില നോർമൽ അല്ലാത്ത ആളുകളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്ഥിരബുദ്ധി ഇല്ലാത്ത ആളുകളെയും പാർലമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ അതിനെ ആരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനോ അതിന്റെ രാഷ്ട്രീയം പറയാനൊന്നും ഈ സമയം ഉപയോഗിക്കുന്നില്ല. പാർലമെന്റ് ഇലക്ഷന് വേറെ രീതിയായി. അതിനുശേഷമാണ് ചേലക്കരയിലും പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വയനാട്ടിൽ UDF വലിയ മുൻതൂക്കമുള്ള ഒരു സ്ഥലത്ത് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോഴുണ്ടായ ഒരു മുന്നേറ്റം അവർക്കുണ്ടായിട്ടുണ്ട്. പാലക്കാട് LDF സീറ്റല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. ചേലക്കരയിൽ നമ്മൾ പാർലമെന്റ് ഇലക്ഷന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടി ഭൂരിപക്ഷം നമുക്ക് നേടാൻ കഴിയും. അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ മുൻതൂക്കം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പെടുത്ത് നോക്കിയാൽ നമ്മൾ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഒരു ഇടതുപക്ഷ മുൻകൈ പൊതുവെ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പക്ഷേ